സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശിക്കായി മലയാളികൾ ഒന്നിച്ചപ്പോൾ 18 വർഷത്തിന്റെ ശേഷമാണ് റഹീമിന്റെ ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചം എത്തുന്നത്. അതേസമയം അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് പണം കണ്ടെത്താൻ നടത്തിയ യാചകയാത്രയും അബ്ദുൾ റഹീമിന്റെ ജീവിതവും സിനിമ ആക്കുമെന്ന ബോബി ചെമ്മണ്ണൂർ. മലയാളികളുടെ നന്മ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കുന്നതിനാണ് സിനിമ നിർമ്മിക്കുന്നത്. സംവിധായകൻ ബ്ലസിയുമായി സിനിമയെക്കുറിച്ച് സംസാരിച്ചു. പോസിറ്റീവ് മറുപടിയാണ് ലഭിച്ചത്. ചിത്രത്തെ ബിസിനസ്സാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സിനിമയിൽ നിന്നും ലഭിക്കുന്ന ലാഭം ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാണ് തീരുമാനമെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. യമനിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ നിരപരാധിയാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അവർ തെറ്റുകാരിയാണോ എന്ന കാര്യം അറിയണം. നിജസ്ഥിതി അറിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. അബ്ദുൾ റഹീമിന്റെ മതം നോക്കിയല്ല സഹായിക്കാൻ ഇറങ്ങിയതെന്നും ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി. കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം കഴിഞ്ഞ 18 വർഷമായി സൗദി ജയിലിൽ കഴിയുകയാണ്. സ്പോൺസറുടെ മകന്റെ മരണത്തിന് കാരണക്കാരനായെന്ന കുറ്റത്തിനാണ് അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചത്. ഭിന്നശേഷിക്കാരനായ കുട്ടി കാറിൽ വെച്ച് അസ്വസ്ഥത കാണിച്ചപ്പോൾ സഹായത്തിനെത്തിയ അബ്ദുൾ റഹീമിന്റെ കൈത്തട്ടി കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണം നിലച്ചുപോയി. ഇതാണ് മരണത്തിന് കാരണമെന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. 34 കോടി രൂപ മോചനദ്രവ്യം നൽകിയ വധശിക്ഷയിൽ നിന്ന് രക്ഷ നേടാമെന്ന കുടുംബം അറിയിച്ചതോടെയാണ് മലയാളികൾ ഒന്നടങ്ങി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കൈകോർത്തത്. 34 കോടി രൂപയും സമാഹരിച്ചു. റിയാദിലെ അൽഹയർ ജയിലിൽ കഴിയുമ്പോഴാണ് 18 വർഷത്തോളം നീണ്ട ജയിൽവാസത്തിനിടെ നടത്തിയ നീക്കങ്ങൾക്കും ഇടപെടലുകൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒടുവിൽ ദിയാധനം തന്നാൽ മാപ്പ് നൽകാമെന്ന തീരുമാനം സൗദി കുടുംബം അറിയിക്കുന്നത്. ഏപ്രിൽ 16-നകം ഏകദേശം 1.5 കോടിയോളം റിയാൽ നൽകണമെന്ന ധാരണയിലാണ് സന്ധി ചെയ്യുന്നത്. തുടർന്ന് റിയാദിലെ വിവിധ സാമൂഹിക സംഘടനാ പ്രതിസന്ധികൾ അടങ്ങിയ നിയമസഹായ സമിതി രൂപീകരിച്ചു. റഹീമിന്റെ നാട്ടുകാരനും സാമൂഹിക പ്രവർത്തകനുമായ അഷ്റഫ് ഏങ്ങാട്, ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി എന്നിവരടക്കം റിയാദിലുള്ളവർ റഹീമിന്റെ മോചനത്തിന് തങ്ങളാൽ സാധ്യമായ നീക്കങ്ങൾ നടത്തി. ഒപ്പം സൗദി ഭരണാധികാരിക്ക് ദയാ ഹർജി നൽകി. സൗദിയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ മലയാളി പ്രവാസി സംഘടനയും 34 കോടി എന്ന ഭാരം അതിവേഗം കുറയ്ക്കാനുള്ള ഓട്ടം ആരംഭിച്ചു. ഐതിഹാസികമായ സഹജീവി സ്നേഹത്തിന്റെ പുതിയ കേരള ചരിത്രം പിറന്ന കാഴ്ചയ്ക്കാണ് മലയാളക്കര പിന്നീട് സാക്ഷ്യം വഹിച്ചത്. കോടതി വിധിച്ച ദയാധനം നൽകേണ്ട ദിവസത്തിന് 3 ദിവസം മുൻപേ പല തുള്ളികൾ ചേർന്ന വലിയൊരു പ്രവാഹമായി 34.45 കോടി രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞു. നാട്ടുകാരും ലോകമെങ്ങുമുള്ള മലയാളി സമൂഹവും കൈകോർത്ത് അബ്ദുൾ റഹീം നിയമസഹായ ട്രസ്റ്റ് രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നാട്ടിൽ ഏകോപിപ്പിച്ചത്.